നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്ക്വയർ ബീം, ഒരു സ്ക്വയർ ബീമാണ് 20x20 mm ഇൻ സെക്ഷൻ ആൻഡ് 2 meter ലോങ് ഈ സപ്പോർട്ടഡ് അറ്റ് ദി എൻഡ്സ്. അപ്പോൾ ഒരു സ്ക്വയർ സെക്ഷനാണ് തന്നേക്കുന്നത്. സ്ക്വയർ സെക്ഷൻ 2 meter ലോങ് ആണെന്ന് പറയുന്നുണ്ട്. സപ്പോർട്ടഡ് അറ്റ് ദി എൻഡ്സ്, ദാറ്റ് മീൻസ് സിംപ്ലി സപ്പോർട്ടഡ് ആണ്, സിംപ്ലി സപ്പോർട്ടിംഗ് ആണ്, 2 meter ആണ്. ക്രോസ് സെക്ഷൻ എത്രയാണ്? സ്ക്വയർ ഷേപ്പാണ്, 20x20 mm. ദി ബീം ഫെയിൽസ് വെൻ എ പോയിന്റ് ലോഡ് ഓഫ് 400 Newton ഈസ് അപ്ലൈഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ബീം. ബീമിൻ്റെ സെൻറ്ററിൽ എന്ത് ചെയ്യുന്നു? ഒരു 400 Newton ലോഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ബീമിന് ഫെയില്യുവർ സംഭവിച്ചു. വാട്ട് UDL per meter length will break a cantilever of same material 40 mm wide, 60 mm deep and 3 meter long. അങ്ങനെയാണെങ്കിൽ ഈ ബീം, അതായത് 400 Newton അപ്ലൈ ചെയ്തപ്പോൾ ഫെയില്യുവറായി. അങ്ങനെയാണെങ്കിൽ ഒരു UDL ആക്ട് ചെയ്യുന്നു. സെയിം മെറ്റീരിയൽ, ഈ സിംപ്ലി സപ്പോർട്ടഡ് ഉണ്ടാക്കിയിരുന്ന മെറ്റീരിയൽ ഏതാണോ അതേ മെറ്റീരിയൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഒരു കാൻറ്റിലിവർ ബീമാണെന്നിരിക്കട്ടെ. കാൻറ്റിലിവർ ബീമിൽ ഒരു ഫുൾ ലെങ്ത് UDL, അതിൻ്റെ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട് 60 mm ഡീപ്പും 40 mm വൈഡും, ലെങ്ത് എത്രയാണ്? 3 meter ആണെങ്കിൽ ഈ UDLൻ്റെ വാല്യൂ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. UDL ഈ പോയിന്റ് ലോഡ് മാറ്റുന്നു, സിംപ്ലി സപ്പോർട്ടഡ് മാറ്റി കാൻറ്റിലിവറും ആക്കുന്നു, ലോഡ് UDL ആക്കുന്നു, ക്രോസ് സെക്ഷൻ മാറുന്നു. ഇവിടെ സ്ക്വയർ ആയിരുന്നു, ഇവിടെ 40/60 ആകുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 40/60 ആക്കി മാറ്റി, കാൻറ്റിലിവർ മാറ്റി. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുവിൻ്റെ വാല്യൂ, കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് സെയിം മെറ്റീരിയലാണ്, പക്ഷേ ഇത് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽ എന്താണോ അതേ മെറ്റീരിയൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ UDLൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് 2 കേസായിട്ട് ചെയ്യാം. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, 400 Newton ലോഡ്, 2 meter ലെങ്ത്, ക്രോസ് സെക്ഷൻ 20x20 mm ആണ്. അപ്പോൾ എന്തൊക്കെയാണ്? വിഡ്ത്ത് B തന്നിട്ടുണ്ട് 20, ഡെപ്ത്ത് D തന്നിട്ടുണ്ട് 20, ദെൻ ലെങ്ത് L എത്രയാണ്? 2 meter അല്ലെങ്കിൽ 2000 mm അല്ലേ? 2 meter എന്ന് പറഞ്ഞാൽ 2 × 10⁻³ mm. പിന്നെ ലോഡ് എത്രയാണ്? അവിടുത്തെ P എന്ന് പറയുന്ന ലോഡ് 400 Newton ആണ്. അപ്പോൾ നമുക്കറിയാം, ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് പോയിന്റ് ലോഡ് ആണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ എത്രയാണ്? WL/4 ആണ്. ആണല്ലോ? W അറിയാം, ലെങ്ത് 2 ആണെന്നറിയാം. സോ അതിൽ മീറ്ററിലിട്ട് ചെയ്യുവാണെങ്കിൽ 200 Newton meter എന്ന് കിട്ടും. മൊമെൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അല്ലെങ്കിൽ അതിനെ മില്ലിമീറ്റർ ആക്കുവാണെങ്കിൽ 200 × 10⁻³ Newton mm. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ബെൻഡിങ് ഇക്വേഷൻ എന്താണ്? M/I = σ/y ആണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്ട്രെസ്സ് കണ്ടുപിടിക്കാൻ പോവുക. ഇവിടുത്തെ സ്ട്രെസ്സ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. മെറ്റീരിയൽ സെയിം ആയതുകൊണ്ട് സ്ട്രെസ്സ് സെയിം ആയിരിക്കും. സോ ഇവിടുത്തെ സ്ട്രെസ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ, അപ്പോൾ നമുക്ക് എന്താ? ഇവിടെ മൊമെൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് മൊമെൻറ്റ് കിട്ടി. ഇനി സ്ട്രെസ്സ് കിട്ടണമെങ്കിൽ എന്ത് വേണം? മൊമെൻറ്റ് കിട്ടി, ഇനി I കണ്ടുപിടിക്കണം അല്ലേ? ഒന്നെങ്കിൽ Iയുടെ ടേംസ് ചെയ്യാം, അല്ലെങ്കിൽ സെക്ഷൻ മോഡുലസിൻ്റെ ടേംസ് ചെയ്യാം. സെക്ഷൻ മോഡുലസിൻ്റെ ടേംസ് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്താ? M = σ_maximum × Z ആണല്ലോ. Z ഫോർ എ റെക്റ്റാങ്കുലർ സെക്ഷൻ, Zൻ്റെ വാല്യൂ എത്രയാണ്? BD²/6 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Bയും Dയും തന്നിട്ടുണ്ട്, 20 തന്നെയാണ്. ഇതായിരിക്കും ആൻസർ വരുന്നത്. ഇനി അപ്പോൾ മൊമെൻറ്റ് M = σ_maximum × Z ആണ്. എമ്മിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 200 × 10⁻³. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് എമ്മിന് പകരം 200 × 10⁻³ ഇട്ടു. σ_maximum നമുക്ക് അറിയത്തില്ല. Z നമുക്ക് 4000/3 എന്ന് കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് σ_maximum കിട്ടണമെങ്കിൽ എന്ത് വേണം? 4000/3 ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? × 3/4000 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? σ_maximum കിട്ടും. σ_maximum കിട്ടും. ഇനി ഇതേ മെറ്റീരിയൽ വെച്ചാണ് രണ്ടാമത്തെ കണ്ടീഷനിലെ കാൻറ്റിലിവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഈ σ_maximum കിട്ടിയത് എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടുത്തെയും സിഗ്മ എന്ന് പറയുന്നത്. അതിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഒരു പോയിന്റ് നമ്മളിതിൽ നോട്ട് ചെയ്യേണ്ടത്, സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട്. അപ്പോൾ സെക്കൻഡ് കാൻറ്റിലിവറാണ്. കാൻറ്റിലിവർ വരച്ചു, UDL, ലെങ്ത് 3 meters, ക്രോസ് സെക്ഷൻ വരുമ്പോൾ 60/40 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ വിഡ്ത്ത് 60 mm, ഡെപ്ത്ത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 60 mm, ലെങ്ത് 3 meter എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 3 meter ലെങ്ത്, 60 ഡെപ്ത്ത്, 40 വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തു. W നമുക്ക് കണ്ടുപിടിക്കണം. B തന്നിട്ടുണ്ട്, D തന്നിട്ടുണ്ട്, ലെങ്ത് 3 meter ആയതുകൊണ്ട് 3000 mm ആക്കി. ദെൻ ഇതും റെക്റ്റാങ്കുലർ സെക്ഷൻ തന്നെയാണല്ലേ? റെക്റ്റാങ്കുലർ ആകുമ്പോൾ ഇസഡിൻ്റെ വാല്യൂ എത്രയാണ്? BD²/6. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 24,000 mm³ എന്ന് കിട്ടും. ഇസഡിൻ്റെ യൂണിറ്റ് mm³ ആണ്. ദെൻ ഇതെന്താണ്? കാൻറ്റിലിവർ വിത്ത് UDL ആണ്. കാൻറ്റിലിവർ വിത്ത് UDL ആണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ WL²/2. അതല്ല എങ്കിൽ W ഇതിന് എബൌട്ടായിട്ട് നമ്മൾ മൊമെൻറ്റ് എടുക്കുന്നു. മൊമെൻറ്റ് എടുക്കുമ്പോൾ എങ്ങനെ വരും? W ×
3 ഇൻറ്റു 3/2 അത് വെച്ച് ചെയ്യാം. അതല്ല എങ്കിൽ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് ഓർത്ത് വെക്കുക, WL²/2. കാൻറ്റിലിവർ വിത്ത് UDL ആണെങ്കിൽ WL²/2. സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് UDL ആണെങ്കിൽ WL²/8. ഓക്കെ, അപ്പോൾ ഇവിടെ കാൻറ്റിലിവർ വിത്ത് UDL ആണ്. സോ WL²/2. W അറിയത്തില്ല, Lൻ്റെ വാല്യൂ 3 ആണെന്നറിയാം, 3²/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4.5 Newton മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, മൊമെൻറ്റ് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താ വേണ്ടേ, നമുക്ക് ഇക്വേഷൻ അറിയാം, M സിഗ്മ മാക്സിമം ഇൻറ്റു Z. സിഗ്മ M എത്രയാണ്, 4.5 ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ന്യൂട്ടൺ മീറ്ററിലാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ട്രെസ് എന്താണ്, ഈ കേസിലെ സ്ട്രെസ്സ് സെയിം ആയിരിക്കും, കാൻറ്റിലിവർ മെറ്റീരിയൽ സെയിം ആണ്. സോ ഇവിടുത്തെ സ്ട്രെസ്സ് നമുക്ക് എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 150 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Z നമുക്കിപ്പോൾ എത്ര കിട്ടി, 24,000 എന്ന് കിട്ടി. സോ 24,000. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ ന്യൂട്ടൺ മീറ്ററിലാണ് ചെയ്തിരിക്കുന്നത്, ഇത് MM-ലാണ്, ഇത് MM-ലാണ്. സോ ഇതിനെ കൂടെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാം, MM-ലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് 4.5 ഇൻറ്റു സോ എന്ത് ചെയ്യുക, നമ്മൾ ഇത് മാത്രം ന്യൂട്ടൺ മീറ്ററിലും ഇതെല്ലാം MM-ലുമാണ്. സോ ഇതിനെ MM-ലോട്ട് കൺവേർട്ട് ചെയ്യണം. ന്യൂട്ടൺ മീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 1000. സോ 4.5 ഇൻറ്റു 1000 വിച്ച് ഇസ് ഈക്വൽ ടു 150 ഇൻറ്റു 24,000. ഇതിൽ നിന്ന് W കിട്ടാൻ എന്ത് ചെയ്താൽ മതി, 150 ഇൻറ്റു 24,000 കാൽക്കുലേറ്റർ അടിക്കുക, ഡിവൈഡഡ് ബൈ 4.5 ഇൻറ്റു 1000 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് Wൻ്റെ വാല്യൂ കിട്ടും ന്യൂട്ടൺ MM-ൽ. ഓക്കെ, ന്യൂട്ടൺ MM-ൽ അതിൻ്റെ ആൻസർ കിട്ടും.